ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ വിഷൻ വാലറ്റ്. ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ എന്നെ കാണാമെന്നറിയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ചാനലാണ്. ഇയാളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനായിട്ടാണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. അഞ്ജുന്റെ വീട് ട്രിവാൻഡ്രത്താണ്, എൻ്റെ വീട് എറണാകുളം ചെറായിലാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, മാസത്തിലൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കാണും. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് രണ്ടുപേരും കൂടി വന്നേക്കാണ്. സോ നമുക്ക് മൂവി റിവ്യൂലോട്ട് കടന്നാലോ? എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ അഞ്ജു? കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണുന്നത്. ഡീസറാണ് അവസാനം കണ്ട മൂവി. അത് ഹൊററാണല്ലോ. ഇത് ശരിക്കും എക്സ്പെക്ടേഷനും ഇല്ല. ഞാൻ ട്രെയിലർ പോലും കാണാതെ പോയി, ഇയാൾ പറഞ്ഞോണ്ട് മാത്രം പോയി കണ്ട സിനിമ. പക്ഷേ കുറേ നാൾക്ക് ശേഷം ത്രൂ ഔട്ട് ചിരിച്ചു. തുടക്കം മുതൽ അവസാനം വരെയും ചിരിച്ചു. അത് മാത്രല്ല, എന്താ പറയാ, കണ്ണ് നിറച്ചു കേട്ടോ. ഇറങ്ങിയപ്പോ കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. അത് ആ സിനിമ തന്നിട്ടുണ്ട്. നിവിൻ പോളി കണ്ണ് നിറയുമ്പോ അത് നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. ചില മൊമെന്റ്സ് നമ്മളെ നിറയിപ്പിക്കും, കണ്ണ് നിറയിപ്പിക്കും ഉറപ്പായിട്ടും. അത് ശരിക്കും നിവിൻ പോളിയുടെ ഒരു പ്രത്യേകതയാണ്. അത് ഇങ്ങനെ എല്ലാ നടന്മാർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. നിവിൻ പോളി ചെറുതായിട്ടൊന്ന് കണ്ണ് നിറഞ്ഞ നമ്മുടെ കണ്ണ് നിറയും, ഒരു ഭൂരിഭാഗം സിനിമ ആസ്വാദകരെ കണ്ണ് നിറയും. അതുപോലെ തന്നെ നിവിൻ പോളി ഒന്ന് നല്ലൊരു ഹ്യൂമർ പറയുകയാണെങ്കിൽ മലയാളികളൊപ്പം ചിരിക്കും. അത് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എന്ന് വെച്ചാൽ ഞങ്ങൾ കാണാൻ പോകുമ്പോഴേക്കും എല്ലാരും ഇത്തിരി ഒന്ന് തിയേറ്ററിൽ ബലം പിടിച്ച് ചിരിക്കാണ്ടിരിക്കും. പക്ഷെ ഇത് കയറിയത് മുതൽ എൻ്റെ അടുത്തിരുന്ന ഒരു അമ്മാമയായിരുന്നേ, പുള്ളിക്കാരി ഭയങ്കര ചിരി. ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ഇവർക്ക് ഇത് മനസ്സിലാവണുണ്ട്. ഭയങ്കര എന്താ പറയാ, ഫാമിലി ക്രൗഡാണ് നിവിൻ പോളിയുടെ. എപ്പോഴും ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ഫാമിലി ക്രൗഡാണ്. ഒരു സ്ലീപ്പർ എന്താ പറയാ, ഒരു ക്രൗഡിനെ പുള്ളി എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. ഭയങ്കര ലൗഡായിട്ടല്ല വരിക. പക്ഷെ ഒരു ഹിറ്റ് പടം അല്ലെങ്കിൽ ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പടം വന്നു കഴിഞ്ഞാൽ ആ സാധനം കയറിങ്ങ് കൊളുത്തും. അത് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗിരീഷ് ഷെഡിയുടെ സിനിമയാണ്, നമുക്കറിയാം. ഇതിനു മുന്നത്തുള്ള സിനിമകളൊക്കെ പ്രേമലു അതുപോലെ തന്നെ തണ്ണീർമത്തത്തിനകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. പക്ഷേ എനിക്ക് ഈ സിനിമ ത്രൂ ഔട്ട് തോന്നിയത് കുറച്ച് സെയിം പാറ്റേണൊക്കെ തന്നെയാണെങ്കിലും ഒരിത്തിരി ഡെപ്ത് കൂടുതലുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഫാമിലിക്കാണെങ്കിലും അല്ലെങ്കിൽ ആ ചുറ്റും നിൽക്കുന്നവരുടെ ആ യൂണിറ്റി, കുടുംബ യൂണിറ്റിലുള്ള എല്ലാവർക്കും ഒരേ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരാളെ പോലും നമുക്ക് അയ്യോ ഇയാൾ എന്തിനു ഇവിടെ വന്നു എന്ന് മിസ്കാസ്റ്റ് ആയിട്ട് ഒരിക്കലും തോന്നില്ല. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺവിൻസിങ് സ്റ്റാറിന്റെ അഭിനയമാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് മാത്രല്ല, ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഓർത്തിരിക്കും. വില്ലനായാലും ശരി, അതിൽ വരുന്ന കുറച്ച് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് പോലും ഡെപ്തിലാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ ഡീറ്റെയിലോട്ട് വരികയാണെങ്കിൽ, ഇതിന്റെ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗിരീഷ് ഷെഡിയാണ്. റൈറ്റർ ഗിരീഷ് ഷെഡി ആൻഡ് കിരൺ ജോഷിയാണ്. പ്രൊഡ്യൂസേഴ്സ് അവരെ നമ്മളൊന്ന് എടുത്ത് പറയണം കേട്ടോ. അവരൊരു കോംബോ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സെലക്റ്റീവായിട്ട് സിനിമകൾ ചെയ്യുന്ന, വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് യൂട്യൂബിനകത്ത് എന്താ പറയുക, ഷോർട്ട് ഫിലിംസ്, ഇവരിറക്കുന്ന ഷോർട്ട് ഫിലിംസ് കണ്ടാൽ നമുക്ക് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാവും. എന്താ പറയുക, അത്രയും സെലക്റ്റീവായിട്ട് സിനിമകൾ സെലക്ട് ചെയ്യുന്ന ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കറിൻ്റെ ഭാവന സ്റ്റുഡിയോ, ആ ഒരൊറ്റ പേരാണ് എന്നെ ഈ സിനിമയിലോട്ട് കൂടുതൽ ആകർഷിച്ചത് കേട്ടോ. അവരൊരു സിനിമ സെലക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. സോ അതിനകത്തുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമ നമ്മളിങ്ങനെ കുറേ നാൾ നമുക്ക് എന്താ പറയുക, റിപ്പീറ്റഡായി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഭയങ്കര ഡെപ്തുള്ള കഥാപാത്രങ്ങളോ, അതായത് ഇപ്പോൾ നമ്മളൊരു ആടുജീവിതം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്നുമല്ല. നമ്മളൊരു വെക്കേഷൻ ടൈമിനകത്ത്, ഇതൊരു ഓണക്കാലമാണ്, അപ്പോൾ നമ്മുടെ ഫാമിലി മൊത്തം തിയേറ്ററിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കാം. നമ്മളൊരു ഹാപ്പിനെസ് മൂഡിലാണ് പോകുന്നതെങ്കിൽ ഈ ഒരു മൂവി ആ ഒരു നമ്മൾ ഈ ഒരു ഓണാഘോഷമല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു ഫെസ്റ്റിവൽ ടൈമല്ലേ, നമ്മുടെ ആ ആഘോഷത്തെ ഇരട്ടിപ്പിക്കും. അങ്ങനത്തെ ഒരു മൂവി, നമുക്കൊരു സ്വീറ്റായിട്ടുള്ളൊരു എന്താ പറയുക, മധുര പലഹാരങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. തിയേറ്റർ മൊത്തം ചിരി. അത് എല്ലാവരും നമ്മളിങ്ങനെ നോക്കും, ആരാ ചിരിക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാൻ അവളോട് പറയും പതുക്കെ ചിരിക്കുന്നു പറയും. കാരണം ഇതൊരിക്കലും ഭയങ്കര എഴുതി വെച്ച കോമഡി ആയിട്ട് നമുക്ക് തോന്നത്തില്ല. സിറ്റുവേഷൻസ് കോമഡിയാണ്. പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്കൊരിക്കലും ഒരു വൾഗാരിറ്റിയോ ഒരു സാധനവും തോന്നില്ല. ഒരു ബ്ലാക്ക് ഹ്യൂമർ ഒന്നുമില്ല. പറയുന്നൊക്കെ അടിപൊളി. ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു കുടുംബ യൂണിറ്റ് നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ ജീവിതമാണ് നമുക്ക് കാണുന്നത്, അല്ലാണ്ട് ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒന്നുമല്ല. പിന്നെ പറയാനുള്ള നിവിൻ പോളിയും മമിത ബൈജു
കത്തിക്കേറിയിരിക്കുന്ന ഒരു സമയമല്ലേ. എനിക്ക് തോന്നുന്നു മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പോൾ ഇത്ര ലക്കി ആയിട്ടുള്ള, ഇത്ര എന്താ പറയുക, ടാലൻറ്റഡ് എന്നുകൂടി നമ്മൾ എടുത്തു പറയുന്നു. പക്ഷേ ലക്കി എന്ന് പറയുന്നത് മമിത ബൈജു നമ്മൾ എടുത്തു പറയണം. കാരണം അത്രയും നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു. അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 100 കോടിയൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. മമിത തൊട്ടതെല്ലാം പൊന്നായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെല്ലാം സക്സസ് ആണ്. സോ ഈ സിനിമയും എന്താ പറയുക, ഹാട്രിക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവത്തിലോട്ടാണ് പോണത്. ഒരു 200 കോടിയൊക്കെ സിമ്പിളായിട്ട് പോകും. അപ്പോൾ ഇതാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം. സോ നിങ്ങളെല്ലാവരും പോയി തന്നെ കാണുക. എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവൽ ടൈം കൂടുതൽ മനോഹരമാക്കാൻ എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് അംഗങ്ങൾക്ക് കഴിയും. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് മാത്രല്ല ഇപ്പൊ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമ എന്ന് പറയാനായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയിട്ടാണ്. സോ ഇതാണ് ഞങ്ങളുടെ റിവ്യൂ. അപ്പോ ഇനി ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് വരുന്നത് വളരെ കുറച്ചായിരിക്കുള്ളൂ. കാരണം തിരിച്ചു പോവാണ്. ഞാൻ അത് മാത്രല്ല ഫസ്റ്റ് ടൈമാണ് പുള്ളിക്കാരി വീഡിയോ ചെയ്യുന്ന കാണുന്നത്. അതിലൊരു ഇതില് അങ്ങനെ നോക്കിയിരിക്കരുത് എങ്ങനെ പറയുന്നത്. അപ്പോ ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളുടെ വിഷൻ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 സുഹൃത്തുക്കൾ തമ്മിൽ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. ഞങ്ങൾ 2 പേരും 2 സ്ഥലത്താണ്. അത് ഞാൻ എറണാകുളം ഉള്ള ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ടുണ്ട്. സോ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതെ. പക്ഷെ ഞങ്ങളുടെ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വേറെ കുറെ കണ്ടന്റുകളൊക്കെ ആയിട്ട് വരും. ഞങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഞങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ, ഞങ്ങളുടെ ഡെയിലി ലൈഫ് ഒക്കെ നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങൾ 2 പേരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ.